ഇവിടുന്ന് പമ്മി ഇറങ്ങിയിട്ട് നമ്മളെ സാബുമോൻ കിടക്കണ്ട. അപ്പോൾ വരാന്തയിലൊക്കെ 1-2 ലൈറ്റൊക്കെ ഉള്ളു. ഒക്കെ പിന്നെ വടന്മാർ വന്ന് ഓഫാക്കിയിട്ടുണ്ടാവും. നൈറ്റായില്ല, രാത്രിയില്ല. അപ്പോൾ ഒരു ഇരുണ്ട വെളിച്ചമുള്ളൂ കേട്ടോ ആ വരാന്തയിൽ. അപ്പോൾ ആ ബെഞ്ചിൻ്റെ തലയ്ക്ക് പോയിരിക്കും. പിന്നെ തലയ്ക്ക് പോയിരുന്നാൽ അവൻ്റെ കാലിങ്ങനെ പിടിക്കും. ആ കാലുമ്പിൽ ഇങ്ങനെ ഒന്ന് പാദത്തുമ്പിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും. അപ്പോൾ ഓൻ ഇങ്ങനെ കിടക്കായിട്ടോ. ഓൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അവളെന്ത് ചെയ്യും, ഓള് ഒഴിഞ്ഞെത്തുന്നു മൈൻഡ് ചെയ്യാണ്ട് ഉറങ്ങി മാറി കിടക്കുകയാണ്. അവളെന്ത് ചെയ്യുമെന്നറിയാം, കാക്കുന്ന് നീച്ച് വന്നിട്ട് തലക്കം പാത്ത് വന്നിരിക്കും. കാരണം വെച്ചാൽ ഈ ബെഞ്ചിൻ്റെ ഇടയിലിരിക്കാനുള്ള സ്ഥലമല്ലേ. ഓൻ കിടന്നു കഴിഞ്ഞാൽ കറക്റ്റാണ് ബെഞ്ച്. പിന്നെ അപ്പുറം ഇപ്പുറമാണ് നീളമുള്ളത്. പിന്നെ നീളത്തിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചാണ്. പിന്നെ ഡെസ്ക് പോലത്തെ ഹൈറ്റില്ലാത്ത ബെഞ്ച്. അപ്പോൾ പിന്നെ തലക്കം പാത്തിരുന്നിട്ട് ഇവളെന്ത് ചെയ്യും, ആ മുടിയിൽ ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ ഒന്നും മിണ്ടാടെ നിൽക്കുക. അപ്പോൾ ഇവളെന്ത് ചെയ്യും, ആ താടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കും. അപ്പോൾ അങ്ങനെ കണ്ണുറക്കും. ഇങ്ങനെ ഓളം നോക്കും. അപ്പോൾ സാബു എന്താടാ ഈ മിണ്ടാത്തെ പറയും. ശാലിനി പൊയ്ക്കോ, എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. ഈ വന്നിരുന്നൊന്നും എനിക്ക് തീരെ പറ്റില്ല. വേഗം പൊയ്ക്കോ. ആ മനുഷ്യൻ വയ്യാത്തൊരു മനുഷ്യനാണ്. ഈൻ്റെ അടുത്തേക്ക് വന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യന് വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിലും ഞാൻ ഇനി എന്തെങ്കിലും പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് വിഷമമാവും. അതുകൊണ്ട് ഈ വേഗം പൊയ്ക്കോ എനിക്ക് എന്നെ കാണുകയേ വേണ്ടാറ്. അപ്പോൾ ഓൾ അവിടെ തന്നെ ഇരിക്കട്ടോ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഓള് മുടി ഇങ്ങനെ ആക്കി കൊടുക്കും. ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ ഓന് ദൂരെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഓന് ദേഷ്യം മാറണില്ല. ഓളെ ഒന്ന് കൊടുത്താലേ ഓന് ദേഷ്യം മാറുള്ളൂ. അപ്പടി ഓളറിയാം, സാബു എന്താടാ പിണങ്ങല്ലടാ, ഞാനങ്ങനെ പറഞ്ഞു പോയി. അവർ ദേ ശാലിനി, ഈ എൻ്റെ അടുത്ത് അധികം വർത്തമാനം പറയണ്ട. ഈ എന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ ഉണർത്തിയിട്ട് ഊണിതാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഊണില്ല എന്ന് പറയണ പോലത്തെ ഒരു സംഭവമാണ് ഈ ഇന്ന് രാവിലെ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഈ എൻ്റെ അടുത്തൊന്നും സംസാരിക്കരുത്. കാരണം വെച്ചാൽ ഇനി എൻ്റെ മനസ്സിൽ ശാലിനി എന്നൊരു പെണ്ണ് ഇല്ലയെന്ന് പറയുമ്പോൾ മറ്റേ വായ പൊത്തിയിട്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം വെച്ചിട്ട് എടാ അങ്ങനെ പറയില്ലടാ അവൻ്റെ കവളത്തേക്ക് മുഖം വെച്ചിട്ട് പറയാം, പറയില്ലടാ സാബു എന്നറിയും. അപ്പം പറയും പിന്നെ ഓളെ അങ്ങനെ പറയില്ലടാ, എൻ്റെ വിരലിൽ മോതിരിട്ട് തന്ന ചെക്കനല്ലേ, എൻ്റെ ചെക്കനല്ലേ ഈ അപ്പടിയോ പറയും. അപ്പടി ഓളെ കൈ കൊണ്ട് പിടിച്ചിങ്ങാട്ട് എന്ത് ചെയ്യും, ഓളെ കൈ മോതിരം ഒരൊറ്റ ഉരുവൻ പോക്കറ്റിലിട്ടിട്ട് പറയും, പിന്നെ പറഞ്ഞത് നന്നായി, ആ മോതിരത്തിൻ്റെ കാര്യക്ക് ഓർമ്മയില്ല, അതൊരു ബാധ്യതയായിട്ട് കിടക്കാറുണ്ട്. ആ കൈമേൽ നിറങ്ങാണ്ട് ഊരിങ്ങാണ്ട് അവൻ്റെ പോക്കറ്റിട്ടിട്ട് ഓൻ്റെ മോതിരം വലിച്ചു ഊരിങ്ങാണ്ട് പോക്കറ്റിട്ട് ഇത് രണ്ടും കൂടി നാളെ ഞാൻ കൊണ്ടുപോയി വിൽക്കും.